ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ വാട്സപ്പ് കുറേ പേരുടെ ബാൻ ആവുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. എന്താ വെച്ചാൽ ഇപ്പൊ ഏപ്രിലിൽ തന്നെ നമുക്കിപ്പോൾ റിപ്പോർട്ട് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 71 lakhs ഇന്ത്യൻ അക്കൗണ്ട്സ് ഏപ്രിൽ 2024 ആക്ച്വലി വാട്സപ്പ് ബാൻ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി മിസ്യൂസ് ചെയ്തിട്ടാണ് ബാൻ ആവുന്നത്. എന്ന് വെച്ചാൽ അവരുടെ മെഷീൻ ലേണിംഗും അതുപോലെ തന്നെ ഡാറ്റ അനലിറ്റിക്സ് ഒക്കെ നോക്കിയിട്ടാണ് ആക്ച്വലി ഓട്ടോമാറ്റിക് ആയിട്ട് ബാൻ ആവുന്നതാണ്. ഇതല്ലാണ്ട് തന്നെ കുറെ ചാൻസ് റിപ്പോർട്ട് ആവുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം വാട്സപ്പ് ത്രൂ തന്നെ കുറെ എന്താ പറയാ പാർട്ട് ടൈം ജോബ് ഫേക്ക് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇഷ്ടം പോലെ വാട്സപ്പിൽ കൂടെ എന്താ പറയാ മിസ്ലീഡിങ് സ്പാംസ് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അതല്ലാണ്ട് തന്നെ റിപ്പോർട്ട് ആവാനായിട്ട് മുമ്പ് തന്നെ ബാൻ അയക്കുന്ന ചാനലാണ് ഈ കാണിക്കുന്നത്. 21 ലക്ഷം. അപ്പൊ എത്ര അക്കൗണ്ട്സ് ഉണ്ടാവുന്നത് നിങ്ങൾ ആലോചിച്ചു. ഒരു മാസത്തിലാണ് പറയുന്നത് കേട്ടാ. അപ്പൊ ഇത് ആക്ച്വലി ഇവർ ബാൻ ചെയ്യുന്നത് കുറെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും അതിനെ കുറിച്ചൊന്ന് നോക്കി നോക്കാം. മെയിൻ ആയിട്ട് 3 എന്താ പറയാ മേജർ റീസൺസ് കാരണമാണ്. ഒരെണ്ണം വയലേഷൻ ഓഫ് ടേംസ് ഓഫ് സർവീസ്. അതിൽ വരുന്നത് നമുക്ക് അക്കൗണ്ട് ദാറ്റ് എൻഗേജ് ഇൻ സ്പാം, സ്കാംസ്, മിസ്ഇൻഫർമേഷൻ, ഹാർംഫുൾ കണ്ടന്റ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ലീഗൽ വയലേഷൻ, എനി ആക്ടിവിറ്റി ഫ്രം അക്കൗണ്ട് ദാറ്റ് ബ്രീച്ചസ് ലോക്കൽ ലോ റിസൾട്ട് ഇൻ ഇമ്മീഡിയറ്റ് ബാൻ ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് യൂസേഴ്സ് റിപ്പോർട്ടാണ്. വാട്സ്ആപ്പ് ടേക്ക് ആക്ഷൻ ബേസ്ഡ് ഓൺ, അതായത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അപ്പം തന്നെ ഒരു ബാൻ ചെയ്യുന്നല്ല. അതിലെന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒറിജിനൽ ആണെങ്കിൽ മാത്രമേ ബാൻ ആവുള്ളൂ. ഇതാണ് മെയിൻലി 3 റീസൺ വന്നേക്കുന്നത് നമുക്ക് ബാൻ ആവാനുള്ളത്. അപ്പോൾ വാട്സപ്പ് വൺസ് ബാൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ അക്കൗണ്ട് നമ്മുടെ നമ്പറിലുള്ള സംഭവത്തിലൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പരിപാടിയൊന്നും ചെയ്യാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഇന്ത്യയിലത്തെ കാര്യം പറയുന്നത്, ഇന്ത്യയിൽ ഇത്ര അധികം സ്പാംസും സംഭവങ്ങളൊക്കെ വാട്സപ്പ് ത്രൂ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ വാട്സപ്പ് ചാനലും വാട്സപ്പ് ഗ്രൂപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേര് ഏൺ ചെയ്യണ പരിപാടിയും അല്ലെങ്കിൽ നമുക്കിപ്പോ കുറെ എന്താ പറയാ അതിൽ അഫിലിയേറ്റ് ലിങ്കും സംഭവങ്ങളൊക്കെ ഇട്ട് തന്നെ കുറെ പേര് ഏൺ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഗ്രൂപ്പുകാരും സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് അഡ്മിൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ടത്, ഗ്രൂപ്പിൽ സ്പാംസും സംഭവങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ആയാലും അക്കൗണ്ട് ആയാലും ഫുൾ അടിച്ചു പോകും, ബാൻ ആയി പോകും ഫുള്ളായിട്ട്. പിന്നെ സംഭവം തിരിച്ചു കിട്ടില്ല കേട്ടോ. നമ്മുടെ ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഇപ്പോൾ മോണിറ്റൈസ് ആയ സംഭവങ്ങളൊക്കെ പോകുന്നില്ല, അതേപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് ആയിക്കോട്ടെ, പ്രൈവറ്റ് അക്കൗണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ് അക്കൗണ്ട് ആയിക്കോട്ടെ, ഇതിലെല്ലാത്തിലും നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ 3 പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ മറക്കണ്ട. യൂസേഴ്സ് റിപ്പോർട്ട് അധികം വരാൻ പാടില്ല, അല്ലെങ്കിൽ ഫേക്ക് സംഭവങ്ങളൊക്കെ സ്പാംസും സംഭവമൊന്നും വരാൻ പാടില്ല, അവരുടെ ലീഗൽ ലോസുകൾ സംഭവമൊന്നും വയലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ മെയിൻ സംഭവമാണെങ്കിൽ അവരുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം തന്നെ നമ്മുടെ അക്കൗണ്ട് ബാൻ ആവും, പിന്നെ തിരിച്ചു കിട്ടാൻ ഭയങ്കര പാടാവണ്ട. അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ രണ്ട് മെയിൻ ചാനൽസ് കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളിലേക്ക് കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ലിങ്ക് കാണാത്ത പോയി കണ്ടു നോക്കുക. നമുക്കതിൽ നമ്മളതിൽ ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഒന്ന് നമ്മുടെ മെയിൻ ചാനൽസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളതിൽ ഫൈനാൻഷ്യലും സംഭവങ്ങളും ടെക്കും സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ഇത് നമ്മുടെ പുതിയ ചാനൽ, അപ്പോൾ ഇത് സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് എന്തായാലും മൈൻഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, എല്ലാ സംഭവങ്ങളും കിട്ടൂട്ടാ. ബൈ.